ശിക്ഷാവിധി നാളെ. ചെന്താമരയ്ക്കുള്ള ശിക്ഷാവിധി നാളെ. ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് പ്രതിഭാഗം ആവശ്യം ഉന്നയിച്ചത്. ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകും എന്നായിരുന്നു, എന്നാൽ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശാന്തകുമാർ വെള്ളാലത്ത് അവിടെ വിവരങ്ങളുമായി ചേരുകയാണ്. ശാന്തകുമാർ, ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്, എന്നാൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ടതിന് ശേഷം അത് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണോ കോടതി? തീർച്ചയായും വിശദമായ വാദമാണ് ഇന്നുണ്ടായത്. പ്രതിഭാഗത്തിൻ്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും വാദമുണ്ടായിരുന്നു. അതിൽ പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതും. ആ രീതിയിൽ തന്നെയാണ് കോടതിയിൽ പ്രതിഭാഗവും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും വലിയ തോതിലുള്ള വാദപ്രതിവാദം നടന്നത്. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമ്പോൾ പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെടുന്നത്. അതിനുള്ള നിരവധി കാരണങ്ങളും നിരത്തിയിട്ടുണ്ടായിരുന്നു. കോടതി മുറിയിൽ ഈ വാദം മുഴുവൻ സമയവും കേട്ടിരുന്ന നമ്മുടെ റിപ്പോർട്ടർ സജിൻ വള്ളിക്കാട് തന്നെയുണ്ട്. സജിൻ, ഏത് രീതിയിലായിരുന്നു ഈ വാദപ്രതിവാദമെല്ലാം തുടർന്നിരുന്നത്? അതായത് ഒരു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ആ കുറ്റക്കാരനെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വാദപ്രതിവാദമാണ് ഇന്ന് നടന്നത്. അതിൽ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ പ്രതിഭാഗവും എന്താണ് പ്രധാനമായി ആവശ്യപ്പെടുന്നത്? തീർച്ചയായും വലിയ രീതിയിലുള്ള കുറ്റം തന്നെയാണ് പ്രതി ചെന്താമര ചെയ്തത് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. പ്രധാനമായും സമൂഹത്തിന് തന്നെ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് പ്രതി ചെന്താമര. കൂടാതെ നിരവധി പേർക്ക്, അതായത് അയൽവാസികളായിട്ടുള്ള പുഷ്പ അടക്കമുള്ള ആളുകൾക്ക് നിലവിൽ വലിയ രീതിയിലുള്ള ഭീഷണി ചെന്താമരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ പ്രതിക്ക് യാതൊരു വിധത്തിലുമുള്ള ശിക്ഷാ ഇളവ് കോടതി നൽകരുത് എന്ന കാര്യം തന്നെയാണ് നിലവിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്. കൂടാതെ തന്നെ സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം, വധശിക്ഷയിൽ കുറഞ്ഞ ശിക്ഷ നൽകി കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം നൽകും. അതിനാൽ തന്നെ ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ തന്നെ ചെന്താമരക്ക് നൽകണം. 2025 ജനുവരി 27 പട്ടാപ്പകലിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നെന്മാറ പോത്തുണ്ടിയിൽ വെച്ച് നടക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ചെന്താമര ഇല്ലാതാക്കിയത് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ വായിച്ചത്. അതിനാൽ തന്നെ ആ പ്രദേശത്തെ മറ്റുള്ള ആളുകൾക്ക് കൂടി പ്രായപരിധി പോലും അംഗീകരിക്കരുത്, അല്ലെങ്കിൽ അതുപോലും കണക്കിലെടുക്കരുതെന്ന് കൂടി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ചില കേസുകളിലൊക്കെ പ്രായപരിധികൾ ഉള്ള ആളുകൾക്കെല്ലാം ശിക്ഷാ ഇളവ് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ശിക്ഷാ ഇളവ് ചെന്താമരക്ക് നൽകാൻ പാടില്ല എന്ന കാര്യവും പ്രോസിക്യൂഷൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ വാദിഭാഗം നിലവിൽ ഇത്തരത്തിൽ മുൻ കേസുകളിലെ പ്രതിയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ കേസിൽ പരിഗണിക്കാൻ പാടില്ല എന്ന കാര്യമാണ് വാദിച്ചത്. എന്തായാലും വാദപ്രതിവാദങ്ങൾ, അതായത് പ്രതിഭാഗത്തിൻ്റെയും വാദിഭാഗത്തിൻ്റെയും വാദപ്രതിവാദങ്ങൾ പൂർത്തീകരിച്ചു. നാളെ ശിക്ഷാവിധി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും നാളെ കേസ് പരിഗണിക്കും. അത് തന്നെയാണ് സ്വാതി. ശിക്ഷാവിധി നാളെയാണ് ശിക്ഷ വിധിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും തന്നെയാണ് കോടതിയും കടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ പ്രതി ചെന്താമരയെ കോടതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വിധി പ്രോസിക്യൂഷന്റെയും ഒപ്പം തന്നെ പ്രതിഭാഗത്തിന്റെയും വാദത്തിനും പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ ചെന്താമരയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, താഴേക്ക് കൊണ്ടുവരുന്ന കോടതിയിൽ നിന്നും. ഈ ശിക്ഷാവിധി ഉള്ള നാളെ വീണ്ടും ഈ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതീവ സുരക്ഷാ സംവിധാനത്തിൽ തന്നെയാണ് പോലീസ് ഈ പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രതിയെ കൊണ്ടുവരുമ്പോഴും പോലീസിന്റെ ശക്തമായ സുരക്ഷാ സംവിധാനത്തിൽ തന്നെയാണ് താഴേക്ക് ഇറക്കിയിരിക്കുന്നത്. വണ്ടിയില്ലേ? വണ്ടി അപ്പുറത്തുണ്ട്. അറിയിക്കാനുണ്ടോ? പോലീസ് സന്നാഹത്തോടെ കൂടി തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ്. ചോദിച്ചെങ്കിലും ഒരു കാരണവശാലും വെല്ലുവിളിക്കാൻ സാധിക്കില്ല.
കാലി മാറ്റിക്കോട്ടെ, കാലി മാറ്റിക്കോ. അങ്ങോട്ട് കയറണേ, വണ്ടിയുണ്ട്. കോടതിയിൽ പ്രോസിക്യൂട്ടർ പ്രധാനമായിട്ടും നമുക്കറിയാം ഈ വധശിക്ഷ നൽകുക എന്ന് പറയുന്ന സമയത്ത് അതിൽ മുമ്പ് കുറ്റബോധമില്ലാന്നാണ് കോടതി ഇന്നും പറഞ്ഞത്. എന്തെങ്കിലും പറയാനുണ്ടോ? ചെന്താമരെ പോകാൻ പറ്റില്ല, ഫ്രണ്ടിൽ വണ്ടി കിടക്കുക, ഓപ്പോസിറ്റ് കാറ് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് പോകാൻ പറ്റില്ല. എന്തും പറയണ്ടോ? നാളെയാണ് വധശിക്ഷ, ശിക്ഷ വിധിക്കുന്ന നാളെ. എന്താ പറയാ, എന്തും പറയാനുണ്ടോ? നാളെയാണ് ശിക്ഷ, എന്തെങ്കിലും പറയാനുണ്ടോ? നാളെ കോടതിയിൽ ഹാജരാക്കില്ല, എന്തും പറയാനുണ്ടോ? ഇന്നേ പറയാൻ പറ്റുള്ളൂ. എന്താ പറയാ? നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി നാളെ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് വാദം കേട്ടു. പ്രോസിക്യൂഷനും പ്രതിഭാഗവും വാദം പറഞ്ഞു. പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ നൽകണമെന്ന് പറഞ്ഞപ്പോൾ പ്രതിഭാഗം കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നാണ് ആവശ്യപ്പെട്ടത്. എന്തായാലും നാളത്തേക്കാണ് വിധി പറയാനായി കോടതി ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത്.